നമസ്കാരം. VPR കിച്ചണിൽ ഒരു പുതിയ കുക്കിംഗ് പരമ്പര ആരംഭിക്കുകയാണ്. പുതുതായി കുക്കിംഗ് പഠിക്കുന്നവർക്കും പുതുതായി പാചകം ചെയ്യുന്നവർക്കും വേണ്ടിയിട്ടുള്ളതാണ് ഈ പ്രോഗ്രാം. ഇന്നത്തെ ഈ പ്രോഗ്രാമിൽ നമ്മളിന്ന് ഉണ്ടാക്കാൻ പോകുന്നത് സേമിയ പായസമാണ്. സേമിയ പായസം സാധാരണയായി ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നത് പശുവിൻ പാലിലാണ്. എന്നാൽ നമ്മളിന്ന് തേങ്ങാപ്പാലിലാണ് സേമിയ പായസം ഉണ്ടാക്കുന്നത്. ഏറ്റവും ടേസ്റ്റായി ഉണ്ടാക്കുന്ന ഒരു രീതിയാണ് നമ്മളിപ്പോൾ സ്വീകരിക്കുന്നത്. ഏറ്റവും ടേസ്റ്റ് എന്ന് പറഞ്ഞാൽ തേങ്ങാപ്പാലിൽ സേമിയ പായസം ഉണ്ടാക്കി കഴിച്ചിട്ടുള്ളവരാരും ഇത് രുചികരമല്ല എന്ന് ഒരിക്കൽ പോലും പറയില്ല. അതുപോലുള്ള ഒരു മെത്തേഡാണ് നമ്മളിവിടെ സ്വീകരിക്കുന്നത്. നമ്മളിവിടെ എടുത്തിരിക്കുന്നത് സേമിയ, വറുത്ത സേമിയയാണ്, അല്ലെങ്കിൽ റോസ്റ്റ് ചെയ്ത സേമിയയാണ്. അത് 300 ഗ്രാം സേമിയയുണ്ട്. ആ 300 ഗ്രാം സേമിയയ്ക്ക് വേണ്ടത് 500 ഗ്രാം പഞ്ചസാരയാണ്. പിന്നീട് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് തേങ്ങ. 4 മുറി തേങ്ങ, നല്ല വലിപ്പമുള്ള മുറികളാണ്. ആ 4 മുറി തേങ്ങ നമ്മൾ നന്നായിട്ട് ചിരവിയെടുത്ത് മിക്സിക്കകത്തിട്ട് അടിച്ച് 3 പാലെടുക്കണം. 1-ാം പാലും 2-ാം പാലും 3-ാം പാലും. 1-ാം പാൽ എടുക്കുന്നതിന് 1 ഗ്ലാസ് ചൂടുവെള്ളം ചേർത്ത് നന്നായി ഇടിച്ചു പിഴിഞ്ഞ് 1/2 ലിറ്റർ എടുക്കുക. 2-ാം പാൽ എടുക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് മിക്സിയിൽ അടിച്ചെടുത്ത് 1.5 ലിറ്റർ പാലെടുക്കുക. ചെറു ചൂടുവെള്ളം ചേർത്ത് വേണം തേങ്ങാപ്പാൽ പിഴിഞ്ഞെടുക്കാൻ. 3-ാം പാൽ എടുക്കുമ്പോൾ ഒരു 2 ലിറ്റർ പാലെടുക്കണം. കശുവണ്ടി 50 ഗ്രാം കശുവണ്ടിയുണ്ട്. മുന്തിരി കൂടുതലിട്ടാൽ പുളിക്കും എന്നുള്ളത് കൊണ്ട് 20 ഗ്രാം മുന്തിരിയെ നമ്മൾ എടുത്തിട്ടുള്ളൂ. പിന്നീട് ചവ്വരിയാണ്. പായസത്തിന് നല്ല കൊഴുപ്പും നല്ല ടേസ്റ്റും കിട്ടുന്നതിന് വേണ്ടിയിട്ടാണ് ചവ്വരി നമ്മൾ ഉപയോഗിക്കുന്നത്. ഇത് 100 ഗ്രാം ചവ്വരിയുണ്ട്. അടുത്തതായിട്ട് നെയ്യ് 50 ഗ്രാം നെയ്യ് മതി. ജീരകം, ഏലക്ക പൊടിച്ചത് 10 ഗ്രാമേ ഉള്ളൂ. 5 ഗ്രാം ജീരകവും 5 ഗ്രാം ഏലക്കായും കൂടി നന്നായിട്ട് വറുത്ത് പൊടിച്ചതാണ്. കശുവണ്ടി, മുന്തിരി നെയ്ക്കകത്ത് വറുത്തെടുക്കണം. തേങ്ങ ചിരവിയെടുക്കണം. പാല് പിഴിഞ്ഞെടുക്കണം. അപ്പോൾ നമുക്ക് അടുത്ത വർക്ക് ആരംഭിക്കാം. തേങ്ങ ചിരവിയെടുത്തിട്ടുണ്ട്. 1/2 ഗ്ലാസ് വെള്ളവും കൂടെ ചേർത്തിട്ട് നന്നായിട്ട് 1-ാം പാല് പിഴിഞ്ഞെടുക്കാം. തേങ്ങ പാല് പിഴിഞ്ഞ് കഴിഞ്ഞു. ഇതാണ് 1-ാം പാല്. നമ്മുടെ കശുവണ്ടി മുന്തിരി ഒന്ന് വറുത്തെടുക്കണം. പിഴിഞ്ഞെടുത്ത 3-ാം പാല് 1 ലിറ്ററും 1 ലിറ്റർ വെള്ളവും ചേർത്ത് 2 ലിറ്റർ പാലാണ് ഇപ്പോൾ ഉരുളിക്കകത്ത് നമ്മൾ തിളപ്പിക്കാൻ വേണ്ടി വച്ചിരിക്കുന്നത്. ഈ പാല് തിളയ്ക്കുമ്പോൾ ഈ ചവ്വരി ഇട്ട് കൊടുക്കണം. കഴുകി വച്ചിരിക്കുന്ന ചവ്വരി ഇട്ട് കൊടുക്കുക. ഈ ചവ്വരി ഇട്ട് കൊടുക്കുമ്പോഴേ ചോട്ടി പിടിക്കാനുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ട് പയ്യെ ഒന്ന് ഇളക്കി കൊടുക്കണം. ചവ്വരി ഇപ്പോൾ ഇട്ട് കൊടുത്തിട്ട് ഒരു 10-15 മിനിറ്റായി. ഉണ്ടാവും ചവ്വരി വലിപ്പമായതുകൊണ്ട്. ഇങ്ങനെ വലിപ്പമാകണം. ഇനിയൊരു അല്പം കൂടി വലിപ്പമാകും. 300 ഗ്രാം സേമിയയാണ് ചേർത്ത് നമുക്കൊന്ന് ഇളക്കി. പായസം നന്നായിട്ട് തിളച്ച് നമ്മുടെ സേമിയ വെന്തുകൊണ്ടിരിക്കുകയാണ്. നമുക്കിനി ഒരല്പം നെയ്യ് ഒഴിച്ചു കൊടുക്കാം. മൊത്തം ഈ പായസത്തിനൊരു 50 ഗ്രാം നെയ്യ് മതി കേട്ടോ. കൂടുതൽ നെയ്യ്. വെള്ളം ഒരല്പം കുറവായതുകൊണ്ട് 1 ഗ്ലാസ് വെള്ളം ഒഴിച്ചിട്ടുണ്ട്. ഇപ്പോൾ സേമിയ വെന്തുകൊണ്ടിരിക്കുകയാണ്. സേമിയ ഒരല്പം കൂടി വേകാനുണ്ട്. ഇതായത് കണ്ടോ, സേമിയ ഒരല്പം കൂടി വെന്ത് വലിപ്പമാകണം. 10 മിനിറ്റ് കൂടി കഴിഞ്ഞാൽ നമുക്ക് പഞ്ചസാര ചേർത്ത് കൊടുക്കാം. നമ്മുടെ ചവ്വരി, സേമിയ ഒക്കെ നല്ല ക്ലിയറായിട്ട് വെന്തിട്ടുണ്ട്. വെള്ളവും വറ്റിയിട്ടുണ്ട്. ഇനി നമുക്ക് പഞ്ചസാര ചേർത്ത് കൊടുത്ത് നന്നായിട്ട് വരട്ടി എടുക്കണം. ഇത് കണ്ടോ, 1/2 കിലോ പഞ്ചസാരയാണ് എടുത്ത് വച്ചിരിക്കുന്നത്. ചേർത്ത് കൊടുക്കാം. ഇനി ഇത് വറ്റിച്ചെടുക്കണം. ഇങ്ങനെയാണ് പായസം വരട്ടി എടുക്കേണ്ടത്. ഇനി നമുക്ക്
2 കൂട്ടം സാധനം ഇപ്പോൾ തന്നെ ചേർത്ത് കൊടുക്കണം. അത് നമ്മളിവിടെ എടുത്ത് വെച്ചിട്ടുണ്ട്. കശുവണ്ടി നെയ്ക്കകത്ത് വറുത്തെടുത്തതാണ്. 50 ഗ്രാം കശുവണ്ടി ഉണ്ട്. നമുക്ക് ഇതങ്ങ് ചേർത്ത് കൊടുക്കാം. അല്പം നെയ്യ് ഉണ്ടായിരുന്നു ബാലൻസ്, അതും കൂടി നമുക്ക് ഊറ്റി ഒഴിക്കാം. ഇത് നമ്മുടെ ഏലക്ക ജീരകം പൊടിച്ച പൊടിയാണ്. ഇത് നമുക്കൊരു പകുതി ഇപ്പോൾ ചേർത്ത് കൊടുക്കാം. പകുതി 1-ാം പാൽ ചേർക്കുമ്പോൾ ആ കൂട്ടത്തിൽ ചേർത്ത് കൊടുക്കാം. നന്നായിട്ട് ഇളക്കി യോജിപ്പിക്കാം. നമ്മുടെ പായസം ഒരുമാതിരി നന്നായിട്ട് തന്നെ വരണ്ട് വന്നിട്ടുണ്ട്. ചേർത്ത് കൊടുക്കാം. നമ്മൾ ആ പഴയ കാലത്തെ വിധിപ്രകാരമാണ് ഈ പായസം ഉണ്ടാക്കുന്നത്. നമ്മുടെ പായസം റെഡി ആയിക്കൊണ്ടിരിക്കുക കേട്ടോ. പാല് 2-ാം പാലാണ് ഒഴിച്ചുകൊണ്ടിരിക്കുന്നത്. 2-ാം പാലിന് ഇത്രയും പാലേ ബാലൻസ് ഉള്ളൂ. അതും കൂടി നമുക്ക് ചേർത്ത് കൊടുക്കാം. ഇതാണ് 1-ാം പാല്. ഇതിനകത്തേക്ക് നമ്മൾ ഏലക്ക ജീരകം പൊടിച്ച് ചേർത്തിട്ടുണ്ട്. കിടക്കുന്നത് നമുക്ക് കാണാമല്ലോ. നമുക്ക് ഒഴിച്ചു കൊടുക്കാം. നല്ല കട്ടിപ്പാലാണ്. മുന്തിരിങ്ങയാണ്. 20 ഗ്രാം മുന്തിരിങ്ങ എടുത്തിട്ടുള്ളൂ. മുന്തിരിങ്ങ കൂടുതലിട്ടാൽ പുളിക്കും. അതുകൊണ്ടാണ് വളരെ കുറച്ച് എടുത്തിട്ടുള്ളത്. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്തൊരു വീഡിയോ വരുന്നത് വരെ എല്ലാവർക്കും നന്ദി, നമസ്കാരം.